ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആബൻ ടേസ്റ്റ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ബ്രെഡ് പുഡിംഗ് റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോണത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ക്യാരറ്റ് നല്ല സോഫ്റ്റായി വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് പാൽപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് നല്ല സോഫ്റ്റായി ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും. നമ്മുടെ ക്യാരറ്റ് മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബ്രെഡ് 2 സൈഡിലും ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ അടുത്ത ലെയർ തയ്യാറാക്കാം. ഇതിന് മെയിനായിട്ട് ഞാൻ പാലും കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് ബാക്കി പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മൊത്തമായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും പാല് നന്നായി തിക്കായി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ലെയർ തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ബൗളിൻ്റെ അടിഭാഗത്ത് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാൽ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മേലെ നമ്മുടെ ക്യാരറ്റ് മിക്സ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത ലെയറും കൂടി തയ്യാറാക്കാം. ആദ്യം തന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എല്ലാവരുടെയും ലെയർ ചെയ്ത് കൊടുക്കാം. ഇതിന് മേലെ നമ്മുടെ കസ്റ്റാർഡ് പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റ് മിക്സ് കൂടി ഇതിന് മേലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂവും ബദാമും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മേലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് ഒരു 6 മണിക്കൂർ നേരത്തേക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പുഡിംഗ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പുഡിങ്ങിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് വെക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.